നാഗകന്യക 3യുടെ എപ്പിസോഡ് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമയം റൂമിൽ പേടിച്ച് നിൽക്കുന്ന ആദിയുടെ അടുത്ത് പോകുന്ന ജാമിനി ആദിയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ പേടിയോടെ വിക്കി ആദി ജാമിനിയോട് ഓരോന്നും പറയുകയാണ്. റിഹാന്റെ വോയിസ് കേട്ടു എന്നും അവൻ മെസ്സേജ് ഇട്ടു എന്നും ആരുടെയോ പേര് പറഞ്ഞു എന്നും പേര് ഓർക്കാൻ പറ്റുന്നില്ല എന്നും അവനെ അവർ ഉറപ്പായും കൊല്ലുമെന്നും പറയുകയാണ്. അത് കേട്ട് ടെൻഷൻ അടിക്കുന്ന ജാമിനി ആദിയോട് വളരെ ഇമോഷണലായി ആരാണ് അത്, പേരെന്താണ്, എന്തിനാണ് റിഹാനെ കൊല്ലുന്നത് എന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഈ സമയം ആരോ ആദിയുടെ റൂമിന്റെ പുറത്ത് നിൽക്കുകയാണ്. പേടിക്കുന്ന ആദി ബേലയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പതുക്കെ പറയുന്നത് ആ സമയം ഡോറിന്റെ പുറത്ത് നിൽക്കുന്ന അനു കേൾക്കുകയാണ്. അത് കേട്ട് അനു ഞെട്ടി നിൽക്കുകയാണ്. ജാമിനി ആദി പറഞ്ഞത് കേട്ടില്ല, ഒന്നുകൂടി പറയാൻ പറഞ്ഞ് ആദിയെ ജാമിനി നിർബന്ധിക്കുന്നത് കാണുന്ന ആദി ജാമിനിയോട് ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. മറുവശത്ത് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി മഹി ബേലയോട് ഇവിടെ വരുമ്പോഴുള്ള മഹിയുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും സന്തോഷങ്ങളും പറയുകയാണ്. അപ്പോൾ സുമിത്ര മഹിയെ ഫോണിൽ വിളിച്ചിട്ട് ശരിയായ രീതിയിൽ പൂജാരി പറഞ്ഞതുപോലെ എല്ലാ ചടങ്ങും ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. മഹി സുമിത്രയോട് ഫോണിൽ സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ സമയം പുറകെ വരുന്ന ബേലയുടെ മുന്നിൽ അരവിന്ദ് വരികയാണ്. അരവിന്ദ് ബേലയോട് വിശാഖ പറഞ്ഞിട്ട് വന്നതാണെന്നും നാഗറാണിക്ക് മഹിയെ കൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ നാഗറാണിക്ക് പകരം അയാളെ ഞാൻ കൊല്ലാമെന്ന് പറയുകയാണ്. സുമിത്രയോട് സംസാരിച്ചു പോകുന്ന മഹി തിരിഞ്ഞു നോക്കുമ്പോൾ ബേലയെ കാണാത്ത മഹി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ കാര്യം മഹി സുമിത്രയോടും പറയുന്നു. ഈ സമയം മഹിയുടെ പുറകിൽ വരുന്ന അരവിന്ദ് മഹിയുടെ തലയ്ക്ക് അടിക്കുകയാണ്. മഹി തറയിൽ വീഴുകയാണ്. മഹിയുടെ നിലവിളി കേൾക്കുന്ന സുമിത്ര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മഹിയുടെ അടുത്ത് വരുന്ന അരവിന്ദും ബേലയും രൂപം മാറി നിൽക്കുകയാണ്. അവരെ കാണുന്ന മഹി ബേല എവിടെയെന്ന് ചോദിക്കുകയാണ്. അവർ മഹിയെ അടിക്കുകയാണ്. അടി കിട്ടുന്ന മഹി ബേല ബേല എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. ബേല രൂപം മാറിയ ആൾ മഹിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുന്ന മഹി എന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ബേലയെ ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അരവിന്ദ് മഹിയെ അടിക്കുകയാണ്. ബേലയെ അവർ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് തോന്നുന്ന മഹി അരവിന്ദിനെ തിരിച്ചടിക്കുകയാണ്. അരവിന്ദ് അബോധാവസ്ഥയിലാകുന്നത് വരെ മഹി അയാളെ അടിക്കുകയാണ്. അടിച്ച് തളർന്ന മഹിയും ബോധമില്ലാതെ കിടക്കുകയാണ്. ആ സമയം മഹിയുടെ അടുത്ത് പോകുന്ന ബേല മഹിയെ കൊത്താൻ തുടങ്ങുന്ന സമയം മഹി പാതി മയക്കത്തിൽ കിടക്കുന്ന മഹി ബേല നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേലയ്ക്ക് അവരുടെ വിവാഹം ഓർമ്മയിൽ വരികയാണ്. അതെല്ലാം ഓർമ്മിക്കുന്ന ബേലയ്ക്ക് മഹിയെ കൊല്ലാൻ കഴിയാതെ വിഷമിക്കുന്ന ബേല രൂപം മാറി അവിടെ നിന്ന് ഓടുകയും ശേഷം ബേലയായി മാറി അവിടെ നിന്ന് ദൂരേക്ക് ഓടുകയാണ്. ഓടുമ്പോഴും മഹി ബേല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ബേല കേൾക്കുകയാണ്. ആ വിളി കേൾക്കാത്ത സ്ഥലത്തേക്കാണ് ബേല ഓടുന്നത്. ഈ സമയം മറുവശത്ത് സുമിത്ര എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് സുമിത്ര സൈക്കിളിനോട് ഫോണിൽ കൂടി മഹിയുടെ നിലവിളി കേട്ടു എന്നും പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഇമോഷണലായി പേടിയോടെ പറയുകയാണ്. ഈ സമയം അവിടേക്ക് പ്രഥമും സുഹാനിയും വരുന്നു. അവർ കാറ് പഞ്ചർ ആയതുകൊണ്ട് സമയത്തിന് ക്ഷേത്രത്തിൽ എത്താൻ കഴിയാത്തത് കൊണ്ടും തിരിച്ചു വന്നതാണെന്ന് പറയുന്നത് കേൾക്കുന്ന സുമിത്രയ്ക്ക് ടെൻഷൻ കൂടുകയാണ്. സുമിത്ര സൈക്കിളിനോട് മഹി ആരോ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന സമയം അവിടെ വരുന്ന അനു മഹിയെ കൊല്ലാൻ നോക്കുന്നത് ശരിയാണ്, അത് വേറെ ആരുമല്ല ബേലയാണെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. മറുവശത്ത് മഹിയുടെ സൗണ്ട് ചെവിയിൽ മുഴങ്ങുന്നത് കേട്ട് ഓടുകയാണ് ബേല. ബേല ഓടി അവസാനം മലയുടെ മുകളിൽ എത്തുകയാണ്. ബേലയുടെ മൈൻഡ് മുഴുവൻ മഹിയാണ്. മഹിയോട് പ്രതികാരം ചെയ്യാനാണ് ബേല തിരിച്ചു വന്നത്. ബേലയുടെ ശത്രുവാണ് മഹിയാണ് വിക്രാന്തിനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ബേല മനസ്സിനെ പഠിപ്പിക്കുകയാണ്. മറുവശത്ത് അനു എല്ലാവരോടുമായി മഹിയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്നും റിഹാന്റെ മെസ്സേജിൽ ആദ്യം എന്താണ് കേട്ടതെന്ന് ആദിയോട് ചോദിക്കണമെന്നും റിഹാനെ പോലെ ഇനി ഒരാൾ കൂടി മിസ്സാകാതെ നോക്കണമെന്നും പറയുകയാണ് അനു. അത് കേട്ടുകൊണ്ട് അവിടെ ACP വരികയാണ്. ACP ആദിയെ വിളിപ്പിക്കാൻ പറയുകയാണ്. ആദിക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടിയതെന്ന് ACPക്ക് ആദിയോട് ചോദിക്കണമെന്ന് പറയുകയാണ്. ഈ സമയം മഹിയെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ബേലയുടെ ചുറ്റും കീരികൾ വരികയാണ്. കീരികളെ കണ്ട് പേടിച്ചിരിക്കുകയാണ് ബേല. ആദിയെ അന്വേഷിച്ച് അനുവും ബുൾട്ടുവും കുഹുവും എല്ലാവരും നടക്കുകയാണ്. ഒരിടത്തും ആദിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് അവർ ACPയുടെ അടുത്ത് വരികയാണ്. ഈ സമയം മഹിയെ കാണാത്തതിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സുമിത്ര മഹിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി സൈക്കിളിനെയും വിളിച്ചുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ്. ബേല കീരികളിൽ നിന്ന് രക്ഷപ്പെടാൻ നാഗരൂപത്തിലായാലേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ബേല നാഗരൂപത്തിലാകാൻ തുടങ്ങുന്ന സമയം അവിടെ മഹി വരുന്നു. മഹിയെ കാണുന്ന ബേല മഹിയോട് കീരികൾ ഡേഞ്ചറാണ്, അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ബേല പുറകിലേക്ക് പോവുകയാണ്. ശേഷം ബേല മുകളിൽ നിന്ന് വീഴാൻ പോകുന്നത് കാണുന്ന മഹിയും ബേലയുടെ കൂടെ ചാടുകയാണ്. അവർ രണ്ടുപേരും ഒരു മരക്കൊമ്പിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുമെങ്കിലും മരക്കൊമ്പ് ഒടിഞ്ഞ് അവർ രണ്ടും താഴേക്ക് വീഴുകയാണ്. ഈ സമയം മറുവശത്ത് പൗർണമി ജാമിനി ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. പൗർണമിയുടെ വിളി കേട്ട് എല്ലാവരും ജാമിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ജാമിനിയുടെ ബോധം തെളിഞ്ഞാൽ ഉടൻ ജാമിനിയോട് എല്ലാം ചോദിക്കാം. ജാമിനിയോടാണ് ആദ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് അനു പറയുന്നത് കേൾക്കുന്ന ACP ജാമിനിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് കാണുന്ന കുഹു ACPയോട് ജാമിനിക്ക് റെസ്റ്റ് ആണ് ആവശ്യം, ജാമിനി ഓക്കെ ആകുമ്പോൾ വിളിച്ചറിയിക്കാം, ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ACP അവിടെ നിന്ന് പോകുന്നു. ശേഷം ബുൾട്ടുവും
പ്രഥമും കൂടി ജാമിനിയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പ്രഥമും സുഹാനിയും ബേലയെയും മഹിയെയും കുറിച്ച് പറഞ്ഞു നിൽക്കുന്നത് കാണുന്ന പൗർണമി അവരെ നിർബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. മറുവശത്ത് ബേലയും മഹിയും വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവർ അവിടെ അടുത്തുള്ള ഒരു പഴയ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം അനു ബേലയുടെ വീട്ടിൽ പോയാൽ അവൾക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അനു പോകുമ്പോൾ അനുവിന്റെ പുറകെ എല്ലാവരും പോവുകയാണ്. ശേഷം ബേലയുടെ വീട്ടിൽ പോകുന്ന അവർ ബേലയുടെ വീട്ടിന്റെ അകത്ത് അതിക്രമിച്ച് കയറി അവർ എല്ലാ സ്ഥലത്തും പരിശോധിക്കുകയാണ്. ശർമ്മ പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല. ആർജിയും കുഹുവും പൗർണമിയും ബുൾട്ടുവും അനുവും എല്ലാ റൂമുകളിൽ കയറി നോക്കുകയാണ്. അപ്പോൾ അനുവിന് ബേലയുടെ റൂമിൽ നിന്നും 10 പേരുടെയും ഫോട്ടോ ഒട്ടിച്ച് ഒരു പേപ്പർ കിട്ടുകയാണ്. ആ പേപ്പർ കണ്ട് അനു ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആ ഫോട്ടോകളിൽ യുവിയുടെയും റിഹാന്റെയും കരണിന്റെയും മഹിയുടെയും ഫോട്ടോയിൽ എക്സ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അത് കാണുന്ന അനു ആ പേപ്പർ ഒരു ബാഗിലാക്കി ബേലയ്ക്കെതിരെയുള്ള തെളിവ് കിട്ടി എന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും അനുവിന്റെ പുറകെ പോവുകയാണ്. ഈ സമയം മറുവശത്ത് മഴ കാരണം തണുപ്പ് കൊണ്ട് തീ കത്തിക്കാൻ ശ്രമിക്കുന്ന മഹിയെ ബേല ഹെൽപ്പ് ചെയ്യുകയാണ്. അതുമല്ല മഹി ഉറങ്ങുന്ന സമയം ബേല മഹിയുടെ മുറിവെല്ലാം ശക്തി പ്രയോഗിച്ച് അപ്രത്യക്ഷമാക്കുകയാണ്. മുഖത്തെ മുറിവിൽ ശക്തി പ്രയോഗിക്കുന്ന സമയം പുറത്ത് മിന്നുന്നതിന്റെ സൗണ്ട് കേട്ട് ചാടി എഴുന്നേൽക്കുന്ന മഹി അടുത്തിരിക്കുന്ന ബേലയെ കണ്ട് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന ബേല മഹിയോട് മഴ മാറി പോകാമെന്ന് പറഞ്ഞ് ബേല അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ മഹിയും ബേലയും പാലസിൽ വരുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സുമിത്ര. അവരുടെ രണ്ടുപേരുടെ ശരീരത്തിലെ മുറിവുകൾ കാണുന്ന സുമിത്ര അവരോട് കാര്യം ചോദിക്കുന്ന സമയം അവിടെ ACPയും അനുവും ശേഖറും വരികയാണ്. ACP ബേലയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന പേപ്പർ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. പേപ്പറിലെ ഫോട്ടോസ് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അനു ബേലയെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയുകയാണ്. സുമിത്രയും ബേലയോട് ആ പേപ്പറിനെ കുറിച്ച് ചോദിക്കുകയാണ്. ശേഖറും ബേലയെ കുറ്റപ്പെടുത്തി പറയുന്നത് കേൾക്കുന്ന മഹി ബേലയോട് ബേലയെ മഹിക്ക് വിശ്വാസമാണെന്നും ബേല ആരും പറയുന്നത് കേൾക്കണ്ട, എന്തായാലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ്. ബേല പറയാൻ തുടങ്ങുന്ന സമയം അവിടേക്ക് ജാമിനി വരികയാണ്. ജാമിനി ACPയോട് ആദ്യ ബേലയുടെ പേരാണ് പറഞ്ഞതെന്നും ആദ്യയോട് ബേലയുടെ പേര് പറയാൻ പറഞ്ഞത് അനു ആണെന്നും പറയുകയാണ്. അത് കേട്ട് അനു വയലന്റ് ആവുകയാണ്. അനു വയലന്റായി ഓരോന്നും പറയുന്നത് കേൾക്കുന്ന ജാമിനി അനുവിന് മഹിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബേലയെ അനുവിന് ഇഷ്ടമല്ല, ബേലയെ എങ്ങനെയെങ്കിലും കൊടുക്കാനാണ് അനു ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ACP ജാമിനിയോട് ജാമിനി അറ്റാക്ക് ചെയ്തത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അറിയില്ല എന്ന് ജാമിനി പറയുന്നത് കേൾക്കുന്ന ACP ജാമിനി ബോധമില്ലാതെ കിടക്കുന്നത് ആരാണ് ആദ്യം കണ്ടതെന്ന് ചോദിക്കുകയാണ്. പൗർണമിയാണ് ആദ്യം കണ്ടതെന്ന് പൗർണമി പറയുന്നത് കേൾക്കുന്ന ACP പൗർണമിയോട് ഈ പേപ്പർ ആദ്യം കണ്ടത് ആരാണെന്ന് ചോദിക്കുകയാണ്. അത് അനുവാണ് കണ്ടതെന്ന് പറയുകയാണ് പൗർണമി. അത് കേൾക്കുന്ന ACPയും എല്ലാവരും അനു മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തതെന്നും മഹിയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അനു ഇതെല്ലാം ചെയ്തതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അനു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആദ്യം പറയുന്നതെന്നും ആരും വിശ്വസിക്കരുതെന്ന് എല്ലാവരോടും പറയുകയാണ് അനു. മാറി മാറി അനു ഓരോന്നും പറയുന്നത് കൊണ്ട് അനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. അത് കാണുന്ന ശേഖർ അനുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ പേപ്പർ എടുത്തുകൊണ്ട് ACP അവിടെ നിന്ന് പോകുന്നു. റിഹാൻ എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് ജാമിനി കരയുകയാണ്. സുമിത്ര ജാമിനിയെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പോകുന്ന വഴി ജാമിനി ബേലയെ നോക്കി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ജാമിനിയെ കാണുന്ന ബേലയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. ജാമിനി എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് കള്ളം പറഞ്ഞത്, എന്തിനായിരിക്കും ജാമിനി കള്ളം പറഞ്ഞതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. എന്നിട്ട് ബേല മഹിയോട് അനുവിനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്നതല്ലേ, എന്നിട്ട് അനു പറയുന്നത് വിശ്വസിച്ച് അനുവിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം എന്റെ കൂടെ നിന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് ബേല. നിന്നെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് തന്നിട്ടുള്ളതാണ്, നിന്നെ വിശ്വസിക്കാമെന്ന് ഞാൻ വാക്ക് തന്നിട്ടുള്ളതാണ്, ഞാൻ ആ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് മഹി ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ജാമിനിക്കുള്ള ഫുഡുമായി സുമിത്രയും ബേലയും മഹിയും ജാമിനിയുടെ റൂമിലേക്ക് പോവുകയാണ്. ജാമിനിയോട് സുമിത്ര താങ്ക്സ് പറയുകയാണ്. ജാമിനി പറഞ്ഞത് കൊണ്ടാണ് ബേല രക്ഷപ്പെട്ടത്, റിഹാനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുകയാണ് സുമിത്ര. ശേഷം അവർ അവിടെ നിന്ന് പോകുന്ന സമയം ജാമിനി ബേലയെ നോക്കി ചിരിക്കുന്നത് ബേല ശ്രദ്ധിക്കുകയാണ്. അവർ അവിടെ നിന്ന് പോയതിനു ശേഷം ജാമിനി ഫുഡ് കയ്യിൽ എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് വിശക്കുന്നില്ലേ, നിനക്ക് ഫുഡ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യം ചെറുതാക്കി കണ്ണാടിയുടെ അടുത്തായി തൂക്കിയിട്ടിരിക്കുകയാണ് ജാമിനി. ആദ്യ ജാമിനിയോട് ആരാണ് നീ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ജാമിനി ആദിയോട് ബേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്നും ഞാൻ രക്ഷസ് ആണെന്നും പറഞ്ഞിട്ട് ജാമിനി രക്ഷസിന്റെ രൂപത്തിലാവുകയാണ്. അത് കണ്ട് പേടിക്കുകയാണ് ആദി. ജാമിനിയുടെ സ്വരൂപം ആദിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ബേലയുടെ രഹസ്യം ആരും അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കളിപ്പാട്ടമാക്കിയത്, ഇനി നിനക്ക് ആരോടും ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറയുകയാണ്. നാഗമായത് കൊണ്ട് ആദിയുടെ സൗണ്ട് ബേല കേൾക്കുകയാണ്. ബേല ജാമിനിയുടെ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. ജാമിനിയുടെ റൂമിന്റെ ഡോറിൽ തട്ടുകയാണ് ബേല. ഈ സമയം മറുവശത്ത് ACPയെ കാണാൻ വേണ്ടി പോകുന്ന അനു ACPയോട് അനുവിന് തോന്നിയ ഡൗട്ട്സ് എല്ലാം പറയുകയാണ്. അന്ന് രാത്രി അവർ കണ്ട ആ ഇച്ഛാധാരി നാഗത്തിനെ കുറിച്ചും ഇച്ഛാധാരി നാഗം മരിച്ചത് കൊണ്ട്
കൊണ്ട് ഇച്ഛാധാരി നാഗകന്യക പ്രതികാരം ചെയ്യാൻ വന്നതാണെന്നും ബേല ഒരു ഇച്ഛാധാരി നാഗകന്യകയായിരിക്കുമെന്നും പറയുകയാണ്. അതൊന്നും വിശ്വസിക്കാതെ ACP നിൽക്കുന്നത് കാണുന്ന അനു ബേല ആരാണെന്ന് തെളിവ് സഹിതം കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അനു ACPയോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. മറുവശത്ത് ഡോർ തുറക്കുന്ന ജാമിനി ബേലയോട് സൗണ്ട് കേട്ടത് ഫോണിൽ മൂവി കാണുകയായിരുന്നു എന്നും ബേല എനിക്ക് ഫ്രണ്ടിനെ പോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ ബേലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്നും ജാമിനിക്ക് ഹെൽപ്പിന് വേറെ ആരുമില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ബേല അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ജാമിനി ബോക്സിന്റെ അകത്ത് ഇരിക്കുന്ന ആദിയെ എടുത്തുകൊണ്ട് രക്ഷസായി മാറി പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആദിയെ ടെറസിന്റെ മുകളിൽ നിർത്തിയിട്ട് ജാമിനി ആദിയോട് ബേലയെ രക്ഷപ്പെടുത്തേണ്ടത് എന്റെ ആവശ്യമാണ്. നമ്മുടെ ലോകത്ത് ഒരു രക്ഷസ് നാഗറാണിയെ കൊന്നാൽ ആ രക്ഷസ് നരകത്തിന്റെ റാണിയായി മാറും. ഞാനും നരകത്തിലെ റാണിയാകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് ആരെ വേണമെങ്കിലും എന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് ജാമിനി. ഈ സമയം ബേലയുടെ റൂമിൽ നിൽക്കുന്ന വിശാഖ ബേലയോട് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അവന് പേപ്പർ എടുത്ത കാര്യം ശർമ്മ പറഞ്ഞ് വിശാഖ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യം ചോദിക്കാനാണ് വിശാഖ വന്നത്. ബേല നടന്നതെല്ലാം വിശാഖയോട് പറയുകയാണ്. ജാമിനിയിൽ ഡൗട്ട് ഉണ്ടെന്നും പറയുകയാണ് ബേല. ആ സമയം അവിടെ മഹി വരുന്നു. മഹിയെ കാണുന്ന വിശാഖ നാഗമായി മാറുന്നു. മഹി കാണാതെ വിശാഖയ്ക്ക് പോകാൻ വേണ്ടി മനഃപൂർവ്വം ബേല മഹിയുടെ പുറത്തേക്ക് വീഴുകയാണ്. ഈ സമയം നോക്കി വിശാഖ അവിടെ നിന്ന് പോകുന്നു. വിശാഖ പോകുന്നത് കാണുന്ന ബേല മഹിയോട് സോറി പറയുകയാണ്. സ്വപ്നം കണ്ട് പേടിച്ചതുകൊണ്ട് ഉറക്കം വരുന്നില്ല എന്ന് ബേല പറയുന്നത് കേൾക്കുന്ന മഹി ആ റൂമിൽ തന്നെ സോഫയിൽ ഞാൻ കിടന്നുറങ്ങിക്കൊള്ളാം, സ്വപ്നം കണ്ടാൽ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹി സോഫയിൽ പോയി കിടന്നുറങ്ങുകയാണ്. ശേഷം ബേലയും കിടന്നുറങ്ങുന്നു. മറുവശത്ത് അനു കുഹുവിനെ വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പഴയ പാലസിലേക്ക് വരാൻ പറയുകയാണ്. അനു പറയുന്നതൊന്നും കുഹു സമ്മതിക്കാതെ ഇരിക്കുന്നത് കാണുന്ന അനു കുഹുവിനോട് ആർജയെ കുറിച്ചുള്ള ഒരു സീക്രട്ട് അനുവിന് അറിയാമെന്നും ഞാൻ പറഞ്ഞ ജോലി കുഹു ചെയ്താൽ ആ സീക്രട്ട് എന്താണെന്ന് പറയാമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കുഹു ആർജയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് കുഹു എല്ലാവരുടെയും അടുത്ത് പോയിട്ട് മുഖം കാണിക്കൽ ചടങ്ങ് നടത്തുന്ന കാര്യം പറയുകയാണ്. ഗ്രാമത്തിലുള്ളവരാണ് ഈ ചടങ്ങ് നടത്താൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആർജെ എല്ലാവരെയും സമ്മതിപ്പിക്കുകയാണ്. അനുവിന്റെ പ്ലാൻ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കുഹു. ബേലയുടെ സത്യം അനുവിന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്